ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടഫായിട്ട് കാണുന്ന എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം എന്താണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമ്മൾ ആംഗുലാർ, അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീനിയറിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ നേരെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്ന ആ ഒരു കമ്പാരിസണിലാണ് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലീനിയറായിട്ട് എപ്പോഴും കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ആംഗുലാർ മൊമെൻറ്റം പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ലീനിയർ മൊമെൻറ്റം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. സോ വാട്ട് ഈസ് ലീനിയർ മൊമെൻറ്റം? എന്താണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സിംപ്ലി മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ്, അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് എന്തെന്ന് നമുക്ക് പറയാം, മൊമെൻറ്റം എന്ന് പറയുന്നതെന്ന് പറയാം. അതായത് ഒരു ബോളിപ്പോൾ ഒരു സെയിം മാസ്, ഒരു മാസിലൊരു ബോള് ഒരു ഒബ്ജക്റ്റിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത് മെല്ലെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ സപ്പോസ് അതൊരു ബോളാണ്, മാസിലൊരു ബോളാണെങ്കിൽ അത് നമ്മൾ മെല്ലെ എറിയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ പോയിട്ടുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും, അതുപോലെ തന്നെ നല്ലോണം സ്പീഡിൽ നമ്മൾ എറിഞ്ഞിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും സെയിം ആയിരിക്കില്ലല്ലോ, ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അത് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കണ്ടു, ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം സ്പീഡിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഭവം ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പം മാസ് കൂടിയ ഒരു ബോളും മാസ് കുറഞ്ഞൊരു ബോളും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ മാസും മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ആ മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് മാസും അതുപോലെ തന്നെ വെലോസിറ്റിയും. അപ്പം ലീനിയർ മൊമെൻറ്റം ഒന്നും കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ അപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഇക്വേഷൻ ആയിരുന്നു അത്. അതായത് P = mv എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആംഗുലാർ മൊമെൻറ്റം. ഇപ്പോൾ ലീനിയർ മൊമെൻറ്റത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം പറയാൻ യാതൊരു സംശയവും വേണ്ട, അല്ലെങ്കിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. അതായത് നമുക്ക് ഒരു സാധനത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റീൻ്റെ ലീനിയർ ഭാഗം അറിയുകയാണെങ്കിൽ അത് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ ആംഗുലാർ മൊമെൻറ്റത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണിത്. അതുകൊണ്ട് ഇതിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ബോൾഡായിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെന്ന് എഴുതണം, Lൻ്റെ മുകളിൽ ഒരു വെക്റ്റർ വരച്ചിട്ട് വേണം നമ്മൾ ബുക്കിൽ എഴുതുന്ന സമയത്ത് എഴുതാൻ വേണ്ടി. അപ്പോൾ L എന്ന് പറയുന്നത് R×Pക്ക് ഈക്വലാണ്. അതായത് നമ്മൾ ലീനിയർ മൊമെൻറ്റത്തിന് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ആംഗുലാർ മൊമെൻറ്റം കിട്ടും. അതായത് ഇപ്പം ഇവിടെ ഒരു ഒബ്ജക്റ്റ് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ റൊട്ടേഷണൽ മോഷനിലുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെ മൊമെൻറ്റം P ആണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് L ആയിരിക്കും. ആ Lൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് Pൻ്റെയും Rൻ്റെയും ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് നിന്ന് കിട്ടുന്നതാണ് അത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ L = RP sin θ. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആസ് പെർ ഡെഫിനിഷൻ നമുക്ക് L = R×P എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റിക്കും, അപ്പം നമ്മൾ ഇതിന് മുന്നേ പഠിക്കുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുമ്പോഴും നമുക്കറിയാവുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ല, നമ്മൾ ടോർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡെഫിനിഷൻ വെച്ചിട്ടൊരു ഇക്വേഷൻ പഠിച്ചു. അതിന് ശേഷം നമ്മൾ
ലീനിയറിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. സോ അങ്ങനെ 2 ഇക്വേഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഓൾറെഡി ആസ് പെർ ഡെഫിനിഷൻ L = R × P ആണെന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ലീനിയറിൽ ഉള്ള ഇക്വേഷൻ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ്, അതായത് P = mv കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് L = I ω എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഇത് പറയുകയാണെങ്കിൽ P = mv. P എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മൊമെൻറ്റ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ പാർട്ടാണ് ആംഗുലർ മൊമെൻറ്റം. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ L. അതുപോലെ M എന്താവും? ആംഗുലർ റൊട്ടേഷനിലേക്ക് വരുന്ന സമയത്ത് M I ആയിട്ട് മാറും, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് മാറും. അതുപോലെ തന്നെ V എന്തായിട്ട് മാറും? V എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആയിട്ട് മാറും. അതുപോലെ തന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം m²/s ആയിട്ട് മാറും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ യൂണിറ്റും അതിൻ്റെ കൂടെ നമ്മൾ വെലോസിറ്റിൻ്റെ യൂണിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു SI യൂണിറ്റ് കിട്ടുന്നത്. ദെൻ അപ്പം ആംഗുലാർ മൊമെൻറ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അതറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ടതാണ്. വാട്ട് ഈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ? എന്താണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എക്സ്റ്റേർണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന എം മാസിലെ ഒരു ഒബ്ജക്റ്റ് U എന്ന് പറയുന്ന വെലോസിറ്റിയിൽ, അല്ലെങ്കിൽ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സപ്പോസ് അതിൻ്റെ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസ് അല്ലെങ്കിൽ ഒരു വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എപ്പോഴായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ. അതുതന്നെയാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും പറയുന്നത്. അങ്ങനെ ഒരു മൊമെൻറ്റം ചേഞ്ച് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ ബോഡി എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് റൊട്ടേഷണൽ അനലോഗ്? ഇതിപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലീനിയറിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ റൊട്ടേഷനിലേക്ക് മാറ്റിയാൽ നമുക്ക് റൊട്ടേഷണൽ അനലോഗ് കിട്ടും. എങ്ങനെ എഴുതാം? നമുക്കറിയാം F എന്ന് പറയുന്നത് ടോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതായത് F എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ F എന്ന് പറയുന്നത് ടോ ആയിട്ട് മാറും. അതുപോലെ തന്നെ dP/dt എന്ന് പറയുന്നത് Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയറിലുള്ള Pക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ പാർട്ട് എന്തായിട്ട് മാറും? L ആയിട്ട് മാറും. dL/dt എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലോൻ്റെ റൊട്ടേഷൻ അനലോഗ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഈ ചാപ്റ്റർ ജസ്റ്റ് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ റൊട്ടേഷൻ മോഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആസ് പെർ ന്യൂട്ടൺ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് നെറ്റ് ടോർക്ക്, അതായത് ഇനി നമ്മൾ റൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോഴ്സ് എന്തായിട്ട് മാറി? ടോർക്കായിട്ട് മാറി. മൊമെൻറ്റം ആംഗുലാർ മൊമെൻ്റായിട്ട് മാറി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെറ്റ് ടോർക്ക് ഓൺ ദ ബോഡി. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഡെറിവേഷൻ വേണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പുതിയൊരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്.
ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ. എന്താണ് ആ വീഡിയോയിൽ സംഭവിക്കുന്നത്? നമ്മൾ അതിലൊരു മനുഷ്യനെ കാണുന്നുണ്ടല്ലേ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം 2 കൈകൾ അകത്തി വെച്ചിട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് നെഞ്ചോട് ചേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് കൂടി കണ്ടു നോക്കൂ. അപ്പോൾ ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൈ അകത്തി വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീഡ്, അതുപോലെ തന്നെ കൈ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത സമയത്തിൽ സ്പീഡ് എന്ത് ചെയ്തു? കൂടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലേ. യെസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൈ അകത്തി വയ്ക്കുമ്പോഴും അതുപോലെ നെഞ്ചോട് ചേർക്കുമ്പോഴും ആ ഒരു സ്പീഡിലൊരു വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കാം? അത് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് നോക്കാം. അതായത് ഒരു ബോഡിയിലും എക്സ്റ്റേണലായിട്ട് ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ്, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയിൽ എക്സ്റ്റേണലായിട്ട് ഒരു ടോർക്ക് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയാം? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയാം. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡി, എക്സാമ്പിൾ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു മാസിലൊരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അതിൻ്റെ മുകളിലെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പ്രകാരം പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത്? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് ലോ എന്ന് കിട്ടുന്ന ഇക്വേഷനാണ് ടോ = dL/dt എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോ ആണല്ലോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതിൽ ടോ 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് dL/dt എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. dL/dt 0 ആണെങ്കിൽ L എന്തായിരിക്കാം? നമുക്കറിയാം മാത്സിൽ നമുക്കറിയാം L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, L എന്ന് പറയുന്നത് I⍵ക്ക് ഇക്വാലൻ്റ് ആണ്. I⍵ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയാം. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ I⍵ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ I⍵ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ ആംഗുലാർ വെലോസിറ്റി എന്താവണം? സ്വാഭാവികമായിട്ട് കുറയണം. എന്തുകൊണ്ട് കുറയണം? കാരണം നമുക്കറിയാം I⍵ എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാല്യൂവിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സപ്പോസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ആ കുറവിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂവിൽ നിർത്തിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Skater is rotating with no net external torque acting on her. Angular momentum is conserved. With her arms and leg outward, she increases her moment of inertia, which reduces her angular velocity. As she pulls her arms and leg inward, she is able to spin faster since her angular velocity increases, so her moment of inertia decreases. And this is how skaters become champions. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.